സാർ ഇങ്ങനെ കൊണ്ട് വല്ലാത്തൊരു ഏട്ടാവോ. അല്ല, നീ രാവിലെ നടക്കാൻ ഇറങ്ങിയാണോ അല്ലെങ്കിൽ വളക്കാൻ ഇറങ്ങിയതാണോ? ഈ ഷൂസും ഈ പുതിയ വാച്ചെല്ലാം വാങ്ങിയിട്ട് ഈ വെളുപ്പാൻ കാലത്ത് വെച്ച് നടക്കാൻ ഇറങ്ങിയതാ. ഇതേതാ വാച്ച്? കൊള്ളാലോ. അപ്പോഴുള്ള പുതിയ വാച്ചാ. ഇപ്പൊ ഇന്നെ കാണുമ്പോൾ ഒരു ഗൾഫാർ ലുക്കില്ല. ഈ ലുക്കിന്റെ ബില്ലേ നിന്റെ അക്കൗണ്ടിലോ നിന്റെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലോ? അത് ചെറിയൊരു EMI ഉണ്ട് സാധാ. നിനക്ക് എത്ര സാലറി ഉണ്ട്? 18,000 രൂപ. എത്ര EMI ഉണ്ട്? 3000 2 EMI. എന്ന് വെച്ചാൽ അടുത്തൊരു വർഷം നീ വർക്ക് ചെയ്യുന്നത് ഈ വാച്ച് കമ്പനിക്ക് വേണ്ടിയിട്ടാണ്, നിനക്ക് വേണ്ടിയല്ല. ഇത് 6000 രൂപ. വിഷയം 6000 രൂപയുടേതല്ല. നിന്റെ ശമ്പളത്തിന്റെ 1/3 ഭാഗം നീ മാസാമാസം കടം വീട്ടാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ്. ഒരു സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് നിന്റെ EMI നിനക്ക് കിട്ടുന്ന സാലറിയുടെ 10% കൂടുതൽ വരാൻ പാടില്ല. ഇപ്പൊ നിനക്ക് കിട്ടുന്ന സാലറി 18,000 രൂപ അല്ലേ? അപ്പൊ നിന്റെ EMI 1800 രൂപയിൽ കൂടാൻ പാടില്ല. ഇതൊക്കെ വലിയ പ്രശ്നമാണ് സാർക്ക്. നാട്ടുകാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യേണ്ട ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ? എടാ നിഹാലെ, ബിൽഡിംഗ് വെൽത്തും ലുക്കിംഗ് റിച്ചും രണ്ട് കാര്യങ്ങളാണ്. പുറമേ ലക്ഷറി ആണെങ്കിലും ബാങ്ക് ബാലൻസ് 0 ആണെങ്കിൽ നീ വെറും കടക്കാരനാണ്. യഥാർത്ഥ സമ്പന്നൻ തൻ്റെ EMI ആലോചിച്ച് ഉറക്കമുളക്കുന്നവനല്ല, തൻ്റെ പണം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നവനാണ്. EMI മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് നല്ലൊരു ടൂളാണ്. പക്ഷെ അത് കൈകാര്യം ചെയ്യാൻ നമുക്കൊരു സാമ്പത്തിക അച്ചടക്കം വേണം. ഹാർഡ് റേറ്റ് ഒക്കെ നോക്കാൻ പറ്റും. അത് സൂപ്പർ അല്ലേ? അത് നിന്റെ ആവശ്യമില്ല. പിന്നെ അടുത്ത മാസം നിന്റെ EMIന്റെ ടൈം ആകുമ്പോഴേ ഹാർട്ട് റേറ്റ് താനെ കൂടിക്കോളും. നിങ്ങളും ഇവനെ പോലെ EMI എടുത്ത് പെട്ടു നിൽക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം. ഒരു EMI എടുക്കാൻ 3000 രൂപ ഉണ്ടാവും.